മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു മാനവരാശിനെ വളരെ അധികം സ്നേഹിക്കുന്നു അല്ലെ. നമ്മളെ സൃഷ്ടിച്ചതാണ് അവൻ, നമ്മളുടെ പിതാവാണ് അവൻ അല്ലെ. അപ്പോൾ നമ്മളും അവനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ദൈവത്തെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് യേശുവിൻ്റെ കുടുംബത്തിൻ്റെ പാട്ടാകാൻ വേണ്ടിയുള്ള അവകാശം തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഇത് ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ് അല്ലെ. നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അവനെ, നമ്മൾ അവനെ എന്താ പറയുക തിരയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയൊന്നുമല്ല, എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയൊന്നുമല്ല. അതെല്ലാം ദൈവത്തിന് അറിയാവുന്ന കാര്യം തന്നെ. പക്ഷെ എന്തിനു നോക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവനെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി അല്ലെ. നമ്മൾ വഴി അവന്റെ വലിയ മഹത്വം ഈ ലോകത്തിലൊന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് ബൈബിളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാരെ പറ്റി നമുക്ക് കാണാൻ പറ്റുമല്ലോ. പീറ്ററും പോളും അങ്ങനെയുള്ള പല ആൾക്കാരും അല്ലെ. ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്ന ഡേവിഡിനെ പറ്റിയെല്ലാം നമുക്കറിയാം. അപ്പൊ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള മേരി മാഗ്ദലിന്റെ ജീവിതത്തിൽ നിന്നാണ്. മേരി മാഗ്ദലിൻ എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരുന്നു അല്ലെ. എത്രമാത്രം ഡീപ്പായിട്ടുള്ള സ്നേഹമായിരുന്നു അത് അവളുടെ സ്നേഹം എന്നും ആ സ്നേഹത്തിന് മുമ്പിൽ സ്വർഗം തന്നെ റെസ്പോണ്ട് ചെയ്തു അല്ലെ എന്നും അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നത്. കർത്താവ് അങ്ങയുടെ സ്നേഹം പോലെ ഡീപ്പായിട്ടുള്ള സ്നേഹം വേറെ ആർക്കുമില്ല. കർത്താവെ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ പെർഫെക്റ്റ് ആക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ അങ്ങയോട് അടുത്ത് വരാൻ വേണ്ടി, അങ്ങയുടെ അടുത്തേക്ക് കൂടുതൽ വരാൻ വേണ്ടിയുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ മഹത്വം അങ്ങയുടെ പേരിൽ തന്നെ ആയിരിക്കട്ടെ. കർത്താവെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. പിതാവെ അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ജോണിലെ 20ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 1 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം. ജോണിന്റെ 20ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ. നമുക്കറിയാം യേശുവിന്റെ ക്രൂസിഫിക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നു എന്ന് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന്റെയും പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറയ്ക്കൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ അവിടെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചു ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയിലെത്തി. കുനിഞ്ഞു നോക്കിയ ശീലകൾ കിടക്കുന്നു കണ്ടു, അകത്തു കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നത് അവന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്ന കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തേക്ക് ചെന്നു കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ആകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്തു കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടക്കുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ കാൽക്കലും മറ്റൊരുത്തൻ തലയ്ക്കിലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചതിന് അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവിടെ ചെന്ന് എടുത്തുകൊണ്ടു പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട് മറിയ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ലെങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോന്നു എന്നു അവരോട് പറയ എന്ന് പറഞ്ഞു. മഗ്ദലക്കാരി മറിയ വന്നു താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു.
മഗ്ദലക്കാരിയായ മറിയ ദൈവത്തെ യേശുക്രിസ്തുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അപ്പൊ മഗ്ദലക്കാരി മറിയത്തെ പറ്റി നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഗ്ദലക്കാരി മറിയ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമല്ല. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല മഗ്ദലന മറിയ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം ജോണിന്റെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പരീശന്മാരും ശാസ്ത്രിമാരും വേറെ കുറച്ച് ആൾക്കാരുടെ കൂടി ഒരു അഡൾട്ടറി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ, ഒരു വേശ്യ സ്ത്രീയെ കൊണ്ടുവരുന്നു അല്ലെ. പക്ഷെ അവളെ പറ്റി അവളുടെ പേര് മഗ്ദലക്കാരി മറിയ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ലൂക്കോസ് സുവിശേഷം 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം 2ാമത്തെ വാക്കൊക്കെ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. മഗ്ദലക്കാരി മറിയയുടെ ശരീരത്തിൽ നിന്ന് 7 സ്പിരിറ്റ് അല്ലെ, എന്താ പറയാ, മോശപ്പെട്ട ആത്മാക്കളുണ്ടായിരുന്നു, അതിനെ ഭൂതങ്ങളുണ്ടായിരുന്നു, അതിനെ അതുങ്ങളെ യേശു ഓടിച്ചു കളഞ്ഞു എന്നുള്ള കാര്യം. അപ്പൊ ഒരു ഇത്തിരി തന്നെ എന്താ പറയുക, ഒരു ഡിമോണിക് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, ഭൂതങ്ങളുടെ പിശാചിന്റെ ഓപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടിക്കും ആയിരിക്കും. ഇത് 7 അകത്തുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു നോക്കി. അതായിരുന്നു മഗ്ദലക്കാരി മറിയയുടെ അവസ്ഥ. ഒരു പക്ഷേ ഈ സ്ത്രീ തന്നെ ആയിരിക്കാം അവിടെ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പരീശന്മാരും ശാസ്ത്രജ്ഞരും കൊണ്ടുവന്ന സ്ത്രീയും അതായിരിക്കാം അല്ലെ, പ്രോസ്റ്റിറ്റ്യൂട്ട് അതായിരിക്കും, നമുക്കറിയത്തില്ല, അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാലും മഗ്ദലക്കാരിയായ മറിയയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദൈവത്തോട്, യേശുക്രിസ്തുവിനോട്. അതുകൊണ്ടാണ് ക്രോസ് ഓഫ് കാൽവറിയിൽ യേശുവിനെ ക്രൂസിഫൈ ചെയ്യുന്ന സമയത്ത് മേരി അവിടെ ഉണ്ട് അല്ലെ. ജോൺ അവിടെ ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ ഇടയ്ക്കുന്ന ജോൺ ഉണ്ടായിരുന്നു, പീറ്റർ ഉണ്ടായിരുന്നില്ല, ബാക്കി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജൂഡാസ് ഇസ്കറിയോട്ട് ആ സമയം കൊണ്ട് തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ മേരിയുടെ സ്നേഹം വളരെ ആഴമുള്ളതായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ആഴ്ചവട്ടത്തിന് 1ാം നാള് മേരിക്ക് വീട്ടിൽ ശബത്ത് കഴിഞ്ഞ ശേഷം മേരിക്ക് വീട്ടിലേക്ക് ഉറക്കം പറ്റുന്നില്ല. കാരണം അവളുടെ ഹൃദയത്തിൽ യേശുവിനെ പറ്റിയുള്ള എന്താ പറയാ സ്നേഹമാണല്ലേ, എന്റെ രക്ഷകൻ അല്ലെ, എന്റെ നാഥൻ മരിച്ചല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അല്ലെ, ഒരു സങ്കടം. പക്ഷെ യേശു ഉയർത്തെഴുന്നേക്കുമെന്നുള്ള കാര്യമൊന്നും മേരിക്ക് അറിയത്തില്ല അല്ലെ. ശിഷ്യന്മാർക്ക് അറിയാം, ശിഷ്യന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, ശിഷ്യന്മാർ എത്രമാത്രം വിശ്വസിച്ചു എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ ആ സമയത്ത്. അതിനുശേഷം ഹോളി സ്പിരിറ്റ് ഗോഡൊക്കെ വന്നതിന് ശേഷം യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമൊക്കെ അവർ വിശ്വസിച്ചു. പക്ഷെ അതിനു മുമ്പ് അവർക്ക് എത്രമാത്രം കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ എങ്ങനെയാന്ന് പറഞ്ഞാലും മഗ്ദലക്കാരിയായ മറിയ തന്റെ സ്നേഹത്തിന്റെ ആഴം കൊണ്ട് രാവിലെ കല്ലറയിൽ നോക്കുന്നു. കല്ലറ വന്ന് നോക്കുമ്പോൾ കല്ലറ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഒരാളെ അടക്കം ചെയ്തിന്റെ കല്ലറ തുറന്നു കടന്നുള്ള ഒരു അവസ്ഥ നോക്കിയൊക്കെ അവര് പേടിച്ച് പാനിക്കായി പോയിട്ടുണ്ടാവും. അത് കണ്ടിട്ട് ഓടി പീറ്ററിന്റെയും എന്താ പറയാ ജോണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് പീറ്ററും ജോണും ഓടി വന്ന് നോക്കുമ്പോ ജോൺ ആദ്യം കയറുന്നില്ല കല്ലറയ്ക്കകത്തോട്ട്. പക്ഷെ പീറ്റർ കയറി നോക്കുമ്പോ ലിനൻ തുണി അല്ല അവിടെ കിടപ്പുണ്ട്, എന്താ പറയാ തലയിൽ കെട്ടിവെച്ചിരുന്ന കർച്ചീഫ് അവിടെ കിടപ്പുണ്ട്. അവര് പിന്നെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ അവര് വീട്ടിലേക്ക് മടങ്ങിപ്പോകും അല്ലെ. അവർക്ക് മനസ്സിലായി കാണും യേശു ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. പക്ഷെ എന്താന്ന് പറഞ്ഞാലും അവർ അതിനെപ്പറ്റി പിന്നെ അധികം ബോധർ ചെയ്യാതെ അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. എവിടെയായിരുന്നു അവിടേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് 19ാമത്തെ വാക്കിലേക്ക് 19-20 വാക്കുകൾ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പേടിച്ചു വിറച്ച്, ഈ ശിഷ്യന്മാരെ പേടിച്ചു വിറച്ച് ജെറുസലേമിൽ ഇങ്ങനെ എന്താ ജൂതന്മാരെ പേടിച്ച് അവിടെ വീട്ടിലിരിക്കുക അവര് അല്ലെ. ജെറുസലേമിൽ അവര് യേശു അവരുടെ അടുത്തേക്ക് പിന്നങ്ങ് ചെയ്യുന്നു അല്ലെ. ഇവിടെ ഈ സ്ത്രീക്ക് മഗ്ദലക്കാരി മറിയയ്ക്ക് യാതൊരു പേടിയില്ല. ജൂതന്മാർ എന്ത് ചെയ്താലും അവള് മൈൻഡ് ചെയ്യുന്നില്ല. കൊല്ലുമായിരിക്കും, അവള് മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് അവളുടെ ജീവനേക്കാളും വലുത് യേശുവിനുള്ള സ്നേഹമല്ല, യേശുവായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലവ് എല്ലാ പേടിയെയും കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു പറഞ്ഞ പോലെ അത് തന്നെയാണ് അവള് കാണിച്ചത് അല്ലെ. ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കൂടി വന്ന ഇവരെന്നെ കൊല്ലും അല്ലെ. ഇവള് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന ആ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സ്ത്രീയാണ് മേരി മാഗ്ദലിനെങ്കിൽ അവർ അങ്ങനെ ഒരു പേടിയും കൂടി ഇല്ല. എനിക്കറിയാം ആ ഏരിയയിലുള്ള ആൾക്കാരെ അല്ലെ. ഈ ജെറുസലേമിലുള്ള ഈ പരീശന്മാരെ ശാസ്ത്രിമാരെ പറ്റിയുള്ള കാര്യം എനിക്ക് നല്ല വിവരമുണ്ട്. ഇവര് എങ്ങനെപ്പെട്ട ആൾക്കാരാന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവരെ മൈൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡ് മേരി എടുത്തിട്ട് കല്ലറയിലേക്ക് പോയിരിക്കും, ആരെയും ഭയപ്പെടാതെ അല്ലെ. അത്രയധികമാണ് അവൾക്ക് ഡീപ്പായിട്ടുള്ള സ്നേഹമാണ് ദൈവത്തോട്, യേശുവിനോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഒരു തീരുമാനമാകാതെ അല്ലെ, യേശുവിന്റെ ശരീരം ആരെങ്കിലും എടുത്തോണ്ട് പോയതാണോ, എന്തു പറ്റി എന്ന് പോലും അറിയാതെ
ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള കാര്യം മനസ്സിലായി കാണുമായിരിക്കും. പക്ഷെ മേരിയോട് അവർ ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല, ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടല്ല അവള് ഒരാള് യേശു അവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഗാർഡനറാന്ന് വിചാരിച്ച്, തോട്ടക്കാരനാന്ന് വിചാരിച്ച് എന്റെ മാസ്റ്ററിന്റെ ബോഡിയും കൊണ്ട് പോയി, നിങ്ങൾ എടുത്തെങ്കിൽ പോയെങ്കിൽ അത് എനിക്ക് തന്നേക്കൂ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം. അപ്പൊ ഇവര് പീറ്ററും ജോണും ഒന്നും ഇവരോട് സംസാരിച്ചിട്ടില്ലേ അല്ലെ? എങ്ങനെയാന്ന് പറഞ്ഞാലും പീറ്ററും ജോണും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ മേരി അവിടെ തന്നെ നിൽക്കുന്നു. നമുക്കറിയാം പീറ്ററും ജോണൊക്കെ യേശുവിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ സ്നേഹത്തെക്കാളും വളരെ വലുതാണ്, അതിനേക്കാളൊക്കെ ഒരുപാട് ഡീപ്പർ ആയിട്ടുള്ള സ്നേഹമായിരുന്നു മേരിയുടെ സ്നേഹം. പീറ്ററിന്റെ സ്നേഹം ഉണ്ടായിരുന്നു. പീറ്റർ യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞെങ്കിൽ പോലും യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ പുറകെ പോകാനൊക്കെ താല്പര്യം കാണിച്ച വ്യക്തിയാണ് പീറ്റർ അല്ലെ? യേശുവിന്റെ ക്രൂസിഫിക്ഷൻ സമയത്ത് ജോൺ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ശരിയാണ്. പിന്നീട് ലേറ്റർ ഓണും പീറ്ററിനെ കൊല്ലുക തന്നെയായിരുന്നു യേശുവിന് വേണ്ടി അല്ലെ? യേശുവിന്റെ പേര് കാണും, അതെല്ലാം വാസ്തവമാണ്. പക്ഷെ മേരി മാഗ്ദലിന് യേശുവിനോടുള്ള സ്നേഹത്തിന്റെ അത്രേ ആഴത്തിലായിരുന്നില്ല അവരുടെ പീറ്ററിന്റെ ജോണിന്റെ ഒക്കെ അന്നത്തെ സ്നേഹം എന്നാണ് എനിക്ക് പറയുന്നത്. അവർക്ക് ഹെഡ് നോളജ് ഉണ്ടായിരുന്നു, പക്ഷെ ഹൃദയത്തിന് സ്നേഹം അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്റെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ് മേരി അവിടെ നിന്നത്. ഇനി എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, പീറ്ററും ജോണും കല്ലറയ്ക്ക് അകത്ത് കയറി നോക്കിയതാണ് അല്ലെ? അവിടെ നോക്കുമ്പോ ശീല അവിടെ കിടക്കുന്നുകൊണ്ട്, തലയെ ചുറ്റി വെച്ചിരുന്ന റൂമാല അവിടെ കിടക്കുന്നുകൊണ്ട് എല്ലാം കണ്ടിട്ട് അവര് തിരിച്ച് വീട്ടിലേക്ക് പോയി. പക്ഷേ മേരി കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോ കല്ലറയ്ക്കകത്ത് എന്താണ് രണ്ടുപേരിയ്ക്കുന്നു അല്ലെ? അത് ദൂതന്മാരാണെന്നുള്ള കാര്യം അവൾക്ക് അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവൾക്ക് രണ്ടുപേരെ കാണാൻ പറ്റുന്നു അല്ലെ? ഒരാൾ യേശു കടന്നതിന്റെ എന്താ പറയാ തലേ ഭാഗത്തും ഒരാള് യേശു കടന്നതിന്റെ താഴത്തെ ഭാഗത്തും ഇരിക്കുക ചെയ്യുന്നു അല്ലെ? അവൾ കാണാൻ പറ്റുന്നു അല്ലെ? അവൾക്ക് ദൂതന്മാരെ കാണാൻ പറ്റുന്നു. അപ്പൊ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് വെച്ചാൽ, ദൂതന്മാർ അങ്ങനെ ഇരിക്കുന്ന അവരെ പൊസിഷനെ പറ്റി പറയുമ്പോ ആർക്ക് ഓഫ് കവനന്റിന്റെ ടോപ്പിൽ നമുക്കറിയാം രണ്ട് ചെറൂബിന്റെ ഒരു എന്താ പറയാ പ്രതിമ അത് ഉണ്ടായിരുന്നില്ല. ചെറൂബിന്റെ ഒരു കുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആർക്ക് ഓഫ് കവനന്റിന്റെ ടോപ്പില്. ഒരു സൈഡിലും അടുത്ത സൈഡിലുമായിട്ട് മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന പോലെ. അപ്പൊ ആർക്ക് ഓഫ് കവനന്റ് കാണിക്കുന്നത് യേശുവിനെ പറ്റിയാണ്, യേശുവിനെയാണ് കാണിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് രണ്ട് ദൂതന്മാരിങ്ങനെ ഒരാള് കാലിന്റെ സൈഡിലും അടുത്ത ആള് എന്താ പറയാ തലയുടെ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ചെയ്യുന്നത് അല്ലെ? അതേപോലെ തന്നെ യേശുവാണ് ആർക്ക് ഓഫ് കവനന്റ്. അപ്പൊ ഇവിടെ മേരിക്ക് കാണാൻ പറ്റുകയാണ്. മേരിയുടെ അകക്കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. മേരിക്ക് കാണാൻ പറ്റുന്നു, മേരിയുടെ മുമ്പിൽ യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് അവളുടെ കണ്ണിന്റെ അകക്കണ്ണ്, അവളുടെ ഹൃദയത്തിന്റെ കണ്ണ് ഓപ്പൺ ആയിരിക്കണം. ദൈവം അവൾക്ക് അനുവദിച്ചു കൊടുക്കണം ദൂതന്മാരെ കാണാനുള്ള സൂപ്പർ നാച്ചുറൽ റിലം അവൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കുകയാണ് അല്ലെ? എന്ന് വെച്ചു കഴിഞ്ഞാല് പ്രൊഫറ്റിക് ആയിട്ടുള്ള അനോയിന്റിങ്ങിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ദൈവത്തോട് ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹം, അകമഴിഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ പ്രൊഫറ്റിക് ഗിഫ്റ്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം. എന്ന് വെച്ചാൽ ദൈവം കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇവിടെ നടന്നത് അല്ലെ? എന്താ പറയുന്നത്, മേരിക്ക് കാണാൻ പറ്റുന്നു റിസറക്റ്റഡ് ആയിട്ടുള്ള കിങ് യേശുക്രിസ്തുവിന് ആദ്യമായിട്ട് യേശു പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ത്രീക്ക് അല്ലെ? പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു പേര് ഈ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ, ഇവർ നേരത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നെങ്കിൽ, അന്ന് യേശുവിന് മുമ്പില് യേശുവിന് പരീക്ഷിക്കാൻ കൊണ്ടുവന്ന സ്ത്രീ ഈ സ്ത്രീ ആയിരുന്നെങ്കിൽ, പ്രോസ്റ്റിറ്റ്യൂട്ട് സ്ത്രീ ആണെങ്കിൽ, ആ ഒരു പഴയ കാലത്തിന് വെച്ചിട്ടല്ല അല്ലെ ദൈവം അവളോട് പെരുമാറിയത്. അന്നും അവളെ കുറ്റപ്പെടുത്തില്ല. ഇന്ന് അവളുടെ പഴയ കാലത്തിന്റെ എന്താ പറയാ ഒരു കൊള്ളരുതാതി കഴി കൊണ്ടോ അവളുടെ ഒരു വേർത്തില്ലാതിരിക്കുന്ന, അവൾക്ക് എന്താ പറയുക മറ്റുള്ള ശിഷ്യന്മാരെ ദൈവം തെരഞ്ഞെടുത്തതാണ് അല്ലെ? യേശുക്രിസ്തു തെരഞ്ഞെടുത്താണ് ശിഷ്യന്മാരെ. പക്ഷെ ഈ സ്ത്രീയെ യേശുക്രിസ്തു തിരഞ്ഞെടുത്തതല്ലേ, യേശുവിന്റെ പുറകെ നടക്കുന്ന സ്ത്രീയാണ് ഈ സ്ത്രീ അല്ലെ? യേശു ഒരു രാത്രി മൊത്തം പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി, അങ്ങനെ തിരഞ്ഞെടുത്തില്ലേ സ്ത്രീ. പക്ഷെ ഇവളുടെ സ്നേഹം കാരണം യേശുവിന്റെ പുറകെ നടക്കുവാണ് ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഹൃദയത്തിന് ഉടമയുള്ള യേശുവിന്റെ പുറകെ നടക്കുന്ന എനിക്ക് വേണം, എന്റെ നാഥനെ എനിക്ക് വേണം എന്നൊരു സ്നേഹത്തിന്റെ ആധിക്യത്തുമായിട്ട് പുറകെ നടക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് എന്താ പറയാ ദൈവം സ്വർഗത്തെ തന്നെ തുറന്നു കൊടുക്കുകയാണ്. സ്വർഗത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള റിലംസ് തുറന്നു കൊടുക്കുകയാണ്. എന്താ പറയാ മാലാഖമാരെ കാണാൻ പറ്റുന്നു, യേശുവിനെ തന്നെ കാണാൻ പറ്റുന്നു അല്ലെ? അവിടെ ഒരു ഗിഫ്റ്റിങ്ങിന്റെ കാര്യമോ അങ്ങനെ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റിങ്ങിന്റെ കാര്യം ഒന്നും വരുന്നില്ല അല്ലെ? ശിഷ്യന്മാരോട് ദൈവം യേശു പിന്നെ അവരുടെ മുമ്പിലേക്ക് ചെല്ലുവാണ് ചെയ്യുന്നത്. ഇപ്പൊ
19-ാമത്തെ 20-ാമത്തെ വാക്ക് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. യേശു ശിഷ്യന്മാരെ തേടി അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സ്ത്രീയോട് പറയുവാണ്, നീ പോയി അവരോട് പറയൂ എന്ന് പറയും അല്ലെ. അവരിയ്ക്കുന്നിടത്തേക്ക് യേശു ഈ സ്ത്രീയെ പറഞ്ഞു വിടുകയാണ് അല്ലെ. ആദ്യത്തെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പില്ല, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഈ സ്ത്രീയെ പറഞ്ഞു വിടുന്നു. അതിനു മുമ്പ് ദൈവം ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് വേറെ സ്ത്രീ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം, സമരിയക്കാരി ലേഡി ആ കിണറിന്റെ കരയിലിരുന്ന് യേശുവോട് സംസാരിച്ച സ്ത്രീ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലെ. വീട്ടിലല്ല, ആ നാട്ടിൽ പോയി എല്ലാവരോടും പറയുന്നു. അങ്ങനെ വേറെ സ്ത്രീ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവം. പക്ഷെ ഇവിടെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഉള്ള ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഈ എന്താ പറയാ, സ്ത്രീയായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ് തന്നെയല്ല, ആദ്യമായിട്ട് ഇവാഞ്ചലിസം ജോലിക്ക് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വിടുന്നത് ഈ വ്യക്തി തന്നെയാണ്, മേരി മാഗ്ദലിനെയാണ് വിടുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ. അപ്പൊ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, മേരീനെ യേശുക്രിസ്തു മേരി എന്നൊന്ന് വിളിക്കുമ്പോൾ തന്നെ ഇത് യേശുവാണെന്നുള്ള കാര്യം മേരിക്ക് മനസ്സിലാവുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അകക്കണ്ണ് തുറന്നിരുന്നു. 19-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ, 19-20-ാമത്തെ വാക്ക് വരുമ്പോൾ, ആദ്യ ആഴ്ചവട്ടത്തിന് 1-ാം നാള് ആയ ദിവസം വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തേക്ക് യഹൂദന്മാരെ പേടിച്ചു വാതിൽ അടച്ചിരിക്കെ. യഹൂദന്മാരെ പേടിച്ച് തട്ടിന്റെ പുറത്ത് കയറിയിരിക്കുമെന്ന് വിചാരിച്ചു അല്ലെ. ശിഷ്യന്മാർക്ക് 11 പുരുഷന്മാർക്ക് പേടി. സ്ത്രീ ഒരുത്തിക്ക് ഒരു പേടിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് സ്ത്രീ യേശുവിന്റെ കല്ലറയിൽ പോയിരിക്കുക. ഇവിടെ 11 പുരുഷന്മാർക്ക് പേടിയായിട്ട് വീടിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുക. യഹൂദന്മാർ വന്ന് പിടിക്കുമെന്ന് ഓർത്ത് പേടിച്ചിട്ട്. അപ്പം ആ പേടിച്ചിരിക്കുന്നവരുടെ നടുക്കേക്ക് യേശു ചെല്ലുക. ചെന്നിട്ട് അവൻ എന്താ കാണിക്കുക? തന്റെ കയ്യും കാണിക്കുക, തന്റെ വിലാപ്പുറവും കാണിച്ചു കൊടുക്കുന്നു, സമാധാനം എന്നൊക്കെ പറയുന്നു. യേശു തന്നെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. പക്ഷെ ഈ സ്ത്രീയോട് മേരി എന്നൊന്ന് വിളിച്ചപ്പോഴേക്ക് യേശു ആണെന്നുള്ള കാര്യം മനസ്സിലായി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ ആ സ്നേഹം ദൈവത്തെ കൊണ്ട് അവരുടെ അകക്കണ്ണിനെ തുറപ്പിക്കാൻ വരെ പവർ ഉള്ളതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്നേഹം, നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അനുസരിച്ച് ദൈവം മൂവ് ചെയ്യുക തന്നെ ചെയ്യും. ദൈവം റെസ്പോണ്ട് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ചുരുക്കം ഞാൻ പറയാൻ വന്നത്. ശിഷ്യന്മാർക്ക് സ്നേഹമില്ലെന്നല്ല പറയുന്നത്, പക്ഷെ അവർക്ക് ആ സമയത്തുണ്ടായിരുന്ന സ്നേഹം മേരിയുടെ അത്ര സ്നേഹത്തോളം ഉണ്ടായിരുന്നില്ല. അവർക്ക് അറിവുണ്ടായിരുന്നു, അവർക്ക് ഹെഡ് നോളജ് ഉണ്ടായിരുന്നു, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അവരെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ എന്നാലും ആ സ്നേഹത്തിന് അത്രയ്ക്ക് ആഴമുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ അവര് ദൈവത്തെ സ്നേഹിച്ചു. നമുക്കറിയാം, അവർക്ക് അവരുടെ ജീവിതം, ജെയിംസ് ആയിരുന്നല്ലോ ആദ്യമായിട്ട് മരിക്കുന്നത് ശിഷ്യന്മാരെ കൊടുത്ത്. അത്രമാത്രം തങ്ങളുടെ ജീവിതം കൊടുത്തു. പിന്നെ അവര് ദൈവത്തെ സ്നേഹിച്ചു അല്ലെ. അത് വാസ്തവം. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു സമയത്ത് നമ്മളിപ്പോ നോക്കുമ്പോ എന്താന്ന് വെച്ചാൽ, പല ആൾക്കാർക്കും നമ്മളിപ്പോ ക്രിസ്ത്യൻ വേൾഡിലേക്ക് എടുത്ത് നോക്കുമ്പോ, സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാല്, എല്ലാവർക്കും ഇങ്ങനെ, എല്ലാവർക്കും പറയാൻ പറ്റില്ല, ചില ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഞാൻ അപ്പോസ്തലൻ എന്ന് പറയാനും, അതൊന്ന് എല്ലാവരെ കൊണ്ട് ഒന്ന് വിളിപ്പിക്കാനും, ഒന്ന് റിവീൽ ചെയ്യാനും, ഞാൻ പ്രോഫറ്റ് ആണെന്നൊക്കെ പറയാനും, പ്രൊഫറ്റിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാനും ഒക്കെ ഉള്ള ഒരു വലിയ എന്താ പറയുക, ഒരു ആകാംക്ഷയും ഇൻട്രസ്റ്റും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു അല്ലെ. ഇപ്പൊ അതാ നമ്മൾ കാണുന്ന ഒരുപാട് പ്രോഫറ്റുമാരുണ്ട് യൂട്യൂബിലൊക്കെ. ഒരുപാട് പ്രോഫറ്റുമാർ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എത്ര പേരെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന്, എത്ര പേരോട് ദൈവം റിവീൽ ചെയ്യുന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല. പക്ഷെ നോക്ക്, ഇവിടെ നമ്മളിപ്പോ വായിച്ച എന്താ പറയാ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ, മേരി മാഗ്ദലിന് 7 ഈവിൾ സ്പിരിറ്റ് ഉണ്ടായിരുന്ന, ഭൂതങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്നുള്ള റെപ്യൂട്ടേഷൻ ഉള്ളത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ കടന്ന് ചിന്തിക്കണേ, ഒരു വേശ്യ എന്നുള്ള പേരാണ് അവർക്കുള്ളത് അല്ലെ. അവരെ ദൈവം തിരഞ്ഞെടുത്തൊന്നുമല്ല, അവര് ദൈവത്തിന്റെ പുറകെ നടന്ന സ്ത്രീയാണ് അല്ലെ. ഓഫ് കോഴ്സ് നമുക്ക് ദൈവം നമ്മളെ എനേബിൾ ചെയ്യാതെ, ദൈവം നമ്മളെ ദൈവത്തിലേക്ക് വലിക്കാതെ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ തിരഞ്ഞെടുക്കാത്ത സ്ത്രീ എന്ന് പറഞ്ഞൊരു കാര്യം വെച്ചാല്, ശിഷ്യന്മാരെ ദൈവം യേശുക്രിസ്തു തന്റെ വർക്കിന് വേണ്ടി തിരഞ്ഞെടുത്ത പോലെ മേരി മാഗ്ദലിനെ തിരഞ്ഞെടുത്തല്ലോ. അപ്പൊ ദൈവം അവരെ വിളിച്ചതാണ് ദൈവത്തിന്റെ ഹിതത്തിലേക്ക്, അത് വേറെ കാര്യം. പക്ഷെ ശിഷ്യന്മാരെ അപ്പോസ്തലൻ ആക്കിയ പോലെ ദൈവം മേരി മാഗ്ദലിനെ അപ്പോസ്തലൻ ആക്കിയിട്ടില്ല. അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഒന്നുകിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്ന സ്ത്രീ എന്നുള്ള ആ ഒരു റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന ആ സ്ത്രീയാണ് ദൈവത്തെ കാണുന്നതും, സ്വർഗത്തിന്റെ വാതിൽ അവര് എന്താ പറയാ, ദൈവം അവര് നേരെ തുറക്കുന്നതും, മാലാഖമാരെ കാണാൻ പറ്റുകയൊക്കെ ചെയ്യുന്നു അല്ലെ. നമ്മള് വേണ്ട ദൈവത്തോടുള്ള സ്നേഹമാണ്. നമുക്ക് എന്താ പറയണേ,
അപ്പോസ്തലന്മാരാണെന്നുള്ളതും കുറെ സ്പിരിച്വൽ ഗിഫ്റ്റിങ് അല്ലെ, അതൊന്നുമല്ല നമ്മൾക്ക് വേണ്ടത്. നമുക്ക് ദൈവത്തിലുള്ള സ്നേഹം മാത്രം മതി. ദൈവത്തിലുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ദൈവം തരുന്ന വർക്ക് ദൈവം നമ്മൾക്ക് അസൈൻ ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ വർക്കിന് ആവശ്യമായിട്ടുള്ള സകല ഗിഫ്റ്റിങ്ങും കൃപാവരങ്ങളും അല്ലെ, കൃപാവരങ്ങളൊക്കെ ദൈവം നമുക്ക് തരുക തന്നെ ചെയ്യും. അതിന്റെ പുറകെ ഒന്നും പോകണ്ട. കൃപാവരങ്ങളുടെ ഒന്നും അത് വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അതിന്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. പ്രാർത്ഥിക്കുന്ന മോശമല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട്, കൊരിന്ത്യർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ, പ്രാർത്ഥിച്ചെന്ന് കിട്ടുമെന്ന് അറിയാം. ജെയിംസിന്റെ അകത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യങ്ങൾ കിട്ടാതിരിക്കുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടെന്നറിയാം. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുക വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ ഉപരിയാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമെങ്കിൽ, നമ്മൾ കൃപാവരങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതലാണ് നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹമെങ്കിൽ, ദൈവത്തിന് മനസ്സിലാകുമ്പോൾ, നമ്മൾ ഫെയ്ത്ത്ഫുൾ ആകുന്നത് മനസ്സിലാകുമ്പോൾ, ദൈവം തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അനോയിന്റിങ് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരിക തന്നെ. കാരണം നമ്മളെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന് മനസ്സിലാകുമ്പോൾ ദൈവം നമുക്ക് ഓട്ടോമാറ്റിക്കൽ തരുക തന്നെ ചെയ്യും. നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന ദൈവമേ എനിക്ക് പ്രൊഫറ്റിക് ആയിട്ടുള്ള അനോയിന്റിങ് വേണം, എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. കൊരിന്ത്യ ചർച്ചിലേക്ക് വരുവാണെങ്കിൽ കൃപാവരത്തിൽ ഭയങ്കര നിറഞ്ഞു നിന്നിരുന്ന ആൾക്കാരായിരുന്നു കൊരിന്ത്യ ചർച്ച് അല്ലെ. അവരെ വാക് സാമർത്ഥ്യത്തിലും അവരെ വചന പരിജ്ഞാനത്തിലും ഒക്കെ അവര് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 6-7 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷ കാത്തിരിക്കുന്നു. അപ്പൊ ഒരു കൃപാവരത്തിൽ അവർക്ക് കുറവുണ്ടായിരുന്നില്ല. സംസാരിക്കുന്നതിൽ അവർക്ക് അതിനൊക്കെ പ്രത്യേക കഴിവുള്ള വ്യക്തികളായിരുന്നു. ഘോഷണത്തിന് ഒക്കെ അവർക്ക് വളരെ കഴിവുള്ളതായിരുന്നു. വചനമൊക്കെ അവർക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു, എല്ലാം അറിയാവുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ കൊരിന്ത്യ ചർച്ചിൽ നടന്നുകൊണ്ടിരുന്ന പോലത്തെ മോശപ്പെട്ട കാര്യം വേറെ ഒരു ചർച്ചിൽ ഉണ്ടായിരുന്നില്ല അല്ലെ. ഒരുപാട് മോശപ്പെട്ട രീതിയിൽ എന്താ പറയുന്നത്, പാപത്തിലായിരുന്ന ഒരു ചർച്ചായിരുന്നു കൊരിന്ത്യ ചർച്ച്. അപ്പൊ നമുക്ക് കുറെ കൃപാവരങ്ങളുണ്ട്, അനോയിന്റിംഗ് ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യം. നമ്മുടെ സ്നേഹം ദൈവത്തിന് വേണ്ടി ഉള്ളതല്ലായിട്ട് നമ്മൾ ഈ ലോകത്തിലേക്കാണ് പിന്നെ നമ്മുടെ സ്നേഹമെങ്കിൽ ഈ കൃപാവരങ്ങൾ കൊണ്ടോ എന്താ പറയാ പ്രാഗൽഭ്യങ്ങൾ കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ലെന്ന് ചുരുക്കം അല്ലെ. അതിനെപ്പറ്റിയാണ് ദൈവം മത്തായി സുവിശേഷന്റെ 7-ാമത്തെ ചാപ്റ്റർ പറയുന്ന, പലരും അവസാനത്തെ കാലത്ത് വന്നിട്ട് പറയും, ലോഡ് യജമാനെ അല്ലെ, ഞങ്ങള് അങ്ങയുടെ പേരില് പിശാചുക്കളെ ഭൂതത്തെ ഓടിച്ചിട്ടില്ലേ, ഹീൽ ചെയ്തിട്ടില്ലേ, പ്രോഫസി ചെയ്തിട്ടില്ലേ. അപ്പൊ ദൈവം പറയും എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് പറയുന്നതിന്റെ കാര്യത. കാരണം നമുക്ക് ദൈവം ഒരു പ്രാവശ്യം തന്നിരിക്കുന്ന കൃപാവരം അത് പിന്നെ ദൈവം തിരിച്ചെടുക്കത്തില്ല. ആ കൃപാവരത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ദൈവത്തിന് സ്നേഹമില്ലെങ്കിൽ പോലും. പക്ഷെ നമ്മള് ദൈവത്തില് വളരെയധികം സ്നേഹമാണെങ്കിൽ, ദൈവത്തോട് വളരെയധികം സ്നേഹമാണെങ്കിൽ ഒരു കൃപാവരത്തിന്റെ ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ സ്പിരിറ്റ്, ആത്മാവ് നമ്മളിൽ കൂടി വർക്ക് ചെയ്യും അല്ലെ. കൃപാവരം ആവശ്യമുള്ള ദൈവം തന്നുകൊണ്ടേയിരിക്കും. കൃപാവരം വേണം, അല്ലെങ്കിൽ എനിക്ക് അപ്പോസ്റ്റൽ ആവണം, എനിക്ക് പ്രോഫറ്റ് ആണെന്ന് പറഞ്ഞ് പോകേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യമില്ല അല്ലെ. കണ്ടമാന ആൾക്കാര് ഇപ്പൊ പ്രോഫറ്റുമാരാണ്, അപ്പോസ്റ്റലന്മാരാണെന്നൊക്കെ പറഞ്ഞ്, ടീച്ചർമാരാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാന ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഫോൾസ് പ്രോഫറ്റുമാരും ടീച്ചർമാരെ പറ്റി അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. സ്നേഹം കൊണ്ട് നിറയട്ടെ നമ്മുടെ ജീവിതത്തില്. അപ്പോസ്റ്റൽ പോളൊക്കെ എപ്പോഴും പറയാന്ന് വെച്ചാൽ ഞാൻ ബോൺ സെർവന്റ് ആണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്, സെർവന്റ് തന്നെ എന്നല്ല പറയുന്നത്, അടിമയാണ് എന്നാണ്. ഞാൻ യേശുവിന്റെ അടിമയാണ് എന്നാണ് പോള് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പോളൊക്കെ. അപ്പൊ അതുപോലെ ഒരു വ്യക്തിത്വത്തിന് ഉടമകളായിട്ട് നമ്മൾ, അവരൊക്കെ ദൈവത്തിന്റെ സ്നേഹമാണ് എക്സിബിറ്റ് ചെയ്തത്, ദൈവത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് പോളിനൊക്കെ തനിക്കുണ്ടായിരുന്ന സകല അത് വേണ്ടെന്ന് വെച്ചിട്ട്, നമുക്കറിയാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല പോൾ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ബോസ്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാത്തിനും ഞാൻ റബ്ബിഷായിട്ട് ഗാർബേജ് ആയിട്ട് എണ്ണുന്നത്. കാരണം എനിക്ക് വേണ്ടത് അവനെയാണ്, അവനെ അറിയാം, അവനിലായിരിക്കും അല്ലെ. അവന്റെ സഹനത്തോട് എനിക്ക് ഫെലോഷിപ്പ് ഉണ്ടായിരിക്കും, അവന്റെ മരണത്തില് അവനെ പോലെ ആയിത്തീരും. അതാണ് എനിക്ക് വേണ്ടത്, അവനെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാകുമ്പം യേശുവിനോടുള്ള സ്നേഹം കാരണം അല്ലെ, എനിക്ക് തോന്നുന്നില്ല പോള് ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് പ്രൊഫറ്റിക് ആയിട്ടുള്ള അനോയിന്റിങ് വേണം, എനിക്ക്
എനിക്ക് കുറച്ച് ഹീലിംഗ് അനോയിന്റിങ് വേണം, എനിക്ക് ആ ഒരു അനോയിന്റിങ് വേണം, ഈ അനോയിന്റിങ് വേണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കൊന്നും അറിഞ്ഞൂടാ. ദൈവം കൊടുക്കുമായിരുന്നു. പോളൊക്കെ എന്താ പറയാ, പോളിന്റെ കർച്ചീഫ് വരെ കർച്ചീഫും കൂടെ അതുവഴി കൂടെ ആൾക്കാരെ ഹീൽ ചെയ്യാനുള്ള അത്രയ്ക്ക് അനോയിന്റിങ് ദൈവം കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആകുമ്പോൾ ദൈവം നമ്മളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ തരും. ആവശ്യമില്ലാത്ത കാര്യം ദൈവം തരാൻ പോകുന്നില്ല. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ തരും. അപ്പൊ അതിനുവേണ്ടി മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അകക്കണ്ണുകളെ തുറക്കാൻ വേണ്ടി, അല്ലെ, ദൈവത്തെ അറിയാൻ വേണ്ടി നമ്മൾ അവനെ സ്നേഹിക്കുക, വളരെയധികം സ്നേഹിക്കുക. അവനെ അറിയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തെ എതിർത്ത് നിൽക്കാനും എന്താ പറയണ പിശാചിനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയാണ് നമുക്ക് കിട്ടുന്നത്. യേശുവിനെ പറ്റി അറിയുമ്പോൾ, അവന്റെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ ചെല്ലുമ്പോൾ, ദൈവത്തെ അറിയുമ്പോൾ പിശാചിനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. ലോകത്തെ വേണ്ടെന്ന് വെക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹിക്കുക, നമുക്കെല്ലാവർക്കും സ്നേഹിക്കാം. യേശുവിനെ ഒരുപാട് സ്നേഹിക്കാം. കാരണം നമ്മൾക്ക് നമ്മളെ സ്നേഹത്തിലേക്കാളും എത്രയോ കൂടുതലാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലെ. നമുക്ക് അത്രത്തോളം ഒന്നും സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത്രയെങ്കിലും സ്നേഹിക്കുക. ഹോളി സ്പിരിറ്റ് ഗോഡിനോട് പ്രാർത്ഥിക്കാം, നമുക്ക് സ്നേഹിക്കണം, അല്ലെ. യേശുവിനെ സ്നേഹിക്കണം, അതിനുള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, അല്ലേ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, സമയത്തായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങനെ സ്നേഹിക്കുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ വളരെയധികം സ്നേഹിക്കുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കേട്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.